എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് ഓരോ നക്ഷത്രത്തിനും ഓരോ ഉപാസനാമൂർത്തികളുണ്ട്. ആ ഉപാസനാമൂർത്തികളെ പ്രത്യേകം പൂജിക്കുകയാണെങ്കിൽ ആ നക്ഷത്രത്തിൽ വരുന്നവർക്ക് പ്രത്യേകം ദൈവാനുഗ്രഹവും കാര്യപ്രാപ്തിയും കാര്യസിദ്ധിയും ഇഷ്ടകാര്യസിദ്ധിയൊക്കെ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനാരാണ്, ഏത് ദേവനെയാണ് അശ്വതി നക്ഷത്രക്കാരെ പൂജിക്കേണ്ടത് ഉപാസനയായിട്ട് കൊണ്ടു നടക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഉപാസനാമൂർത്തിയായിട്ട് കൊണ്ടു നടക്കേണ്ടത് ഗണപതിയാണ്. ഗണപതി ഭഗവാനെ വിശേഷമായിട്ട് പ്രാർത്ഥിക്കുകയും ഗണപതി ഭഗവാന് വിശേഷ പൂജകൾ നടത്തുകയും ഗണപതി ഹോമങ്ങൾ നടത്തുകയും ഗണപതിക്ക് ഏത്തമിടുകയും വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് തേങ്ങ നാളികേരം ഉടക്കുകയും കറുകമാല ചാർത്തുകയും മുക്കുറ്റിമാല, അതുപോലെ നാരങ്ങാമാല, നെയ്വിളക്ക്, മോദകം, അപ്പം, അട ഇതൊക്കെ വിശേഷമായിട്ട് നിവേദിക്കുകയും അഷ്ടദ്രവ്യ ഗണപതി ഹോമം കഴിക്കുകയും മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ദേവനെ പ്രത്യേകം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അശ്വതി നക്ഷത്രക്കാരെ ഉപാസനയായിട്ട് കൊണ്ടു നടക്കേണ്ട മൂർത്തി ഗണപതി ഭഗവാനാണ്. എല്ലാവർക്കും മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.